ലോകം ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന മഹാനായ ഒരു സയന്റിസ്റ്റാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായത്തിൽ, അദ്ദേഹത്തിന്റെ ബ്രീഫർ ഹിസ്റ്ററി ഓഫ് ടൈം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥത്തിൽ തന്നെ അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായ രൂപത്തിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഏതൊരു ഊർജ സിദ്ധാന്തവും അത് അല്പകാലത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമ്മൾ ചിന്തിച്ചു നോക്കുക, ഈ ഊർജ സിദ്ധാന്തം വെച്ചാൽ ഫിസിക്സിന്റെ തിയറികൾ. ഏതൊരു ഫിസിക്സിന്റെ തിയറിയിലും വളരെ അല്പകാലത്തേക്ക് മാത്രമേ നിലനിൽക്കുള്ളൂ, അതിന് അത്രയ്ക്കുള്ള ആയുസ്സേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ, എത്ര വലിയ കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ എന്താണ് ഇക്വേഷൻസ് നമ്മൾ മുന്നോട്ട് വെച്ചാലും, ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്സിന്റെ തിയറിയെ വ്യാഖ്യാനിക്കുന്ന മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്, അല്ലെങ്കിൽ ഗണിതശാസ്ത്രപരമായിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അപ്പൊ ഏതൊരു ഇക്വേഷനോട് എത്രമാത്രം നമ്മുടെ അനുമാനങ്ങളും പഠനങ്ങളും ചേർന്ന് വന്നാലും, അദ്ദേഹം പറയണം, എത്രമാത്രം ചേർന്ന് വന്നാലും അതിനുശേഷം ഒരു കാലയളവിൽ അതിനെ എതിർക്കുന്ന, അതിനോട് യോജിക്കാത്ത ഏതെങ്കിലും ചെറിയൊരു ആശയം കടന്നു വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ സയൻസിന്റെ ആശയം അസ്ഥിരപ്പെട്ടു പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ എത്രമാത്രം യോജിച്ചു വന്നാലും ഏതെങ്കിലും ഒന്ന് അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി എന്ത് ചെയ്യും, ആ ശാസ്ത്ര സിദ്ധാന്തം അസ്ഥിരപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങളെ മുൻനിർത്തിയിട്ടാണോ നമ്മൾ ഇന്ന് ദൈവികതയെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെന്ത് ചെയ്യണം? ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ തിയറികൾ, അതുപോലെ തന്നെ എന്താണ് ആൽബർട്ട് ഐൻസ്റ്റീന്റെ തിയറികൾ, ഇനി പലപ്പോഴും ന്യൂട്ടോണിയൻ ഫിസിക്സിനെ മുൻനിർത്തിയിട്ടാണ് പലപ്പോഴും ശാസ്ത്രം എന്തെന്നറിയില്ലാത്ത നിരീശ്വരവാദികൾ പലപ്പോഴും ഇത്തരം അന്ധമായ ആശയങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത്. വെച്ചാൽ നവ നമ്രൂദുമാർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ ഇവിടെ എന്ത് ചെയ്യണം? ഒരു ഇബ്രാഹിം നബി അലൈഹി സ്വലാമായി മാറാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം. അതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ഈ പരസ്പരമുള്ള തർക്കങ്ങളെ കുറിച്ചൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അവിടെ എന്താണ്, ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞു, വേറൊരു മനുഷ്യനോട് പോയി ജീവിക്കാൻ പറയുന്നു. അപ്പൊ അതിന്റെ മുന്നിൽ വെറുതെ നമ്മളിങ്ങനെ അന്തം വിട്ടു പോകാതെ അതിന് അപ്പോൾ തന്നെ എന്ത് ചെയ്യണം, മറ്റൊരു യുക്തിയെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യന് പ്രാപിക്കാൻ കഴിയാത്ത, കാരണം മഗ്രിബിൽ നിന്നും അല്ലെ എന്താണ് കിഴക്ക് നിന്നും സൂര്യനെ ഉദിപ്പിക്കുന്ന അല്ലാഹ് അത് പടിഞ്ഞാറാണ് അസ്തമിപ്പിക്കുന്നത്. നീ ഒന്ന് പടിഞ്ഞാറ് ഒന്ന് ഉദിപ്പിച്ച് കിഴക്കൊന്ന് അസ്തമിപ്പിക്കാമെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ ഇത് പെട്ടെന്നുണ്ടാകുന്ന ഒരു യുക്തിബോധമാണ്. അത്തരം യുക്തിയിൽ അധിഷ്ഠിതമായ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ കൂട്ടത്തിൽ നിന്നും വഴിതെറ്റിപ്പോകുന്ന ആളുകളെയൊക്കെ ശരിയായ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. അതിനെന്ത് ചെയ്യണം? നന്നായിട്ട് നമ്മൾ വിഷയങ്ങളൊന്ന് പഠിക്കണം.